പുറത്താരെയും കാണുന്നില്ലല്ലോ. ഞാൻ കൂട്ടി ആ വിശ്രം അടിച്ചേ. ആ ഗീതന്റെ ചേച്ചി കിടക്കുക. വിശേഷമൊന്നുമില്ല. ഒന്നുമില്ല. ഞാൻ നിലമ്പൂട്ട് പോവാ. വരാൻ വൈകി. അവരെ അറിയൂ. ആ അറിയുമെന്ന് എന്റെ ഒരു ലൈനിലിടാവുക ശരിക്കും കിട്ടല്ലാതെ ഉള്ളെന്ന് പറയണത്. എന്റെ ഈ പ്രായത്തിന് ഒരുപാട് വെപ്പിളരെ ഞാൻ. പക്ഷെ ഇപ്പോഴ് ഒരു ലൈനെന്ന് പറഞ്ഞാലുണ്ട്. അല്ല ഹരീശ്രീ കുറിക്കാത്ത നിന്നോട് ഇതൊക്കെ പറഞ്ഞെന്താ കാര്യം? ഒരു പുരുഷൻ ഒരു പെണ്ണിന് മുമ്പ് ഒറ്റയ്ക്കാവുമ്പോ അവിടെയാണ് അവന്റെ ശക്തി തിരിയേണ്ടത്. അയ്യോ ചുമ്മാ വായും പിടിച്ച് കേട്ടോണ്ടിരുന്നിട്ട് എന്താ കാര്യം? പൊതുവുണ്ടേ പറഞ്ഞോ. അടുത്ത ഹാഫ് ഡേക്ക് ഒരു 19 രൂപയായിട്ട് ഇങ്ങ് പോരെ. നമുക്ക് ഒറ്റപ്പാലത്ത് പോയൊന്ന് വിലക്കാം. ഞാൻ വരാം, പൈസയും മുടക്കാം. പക്ഷെ ഞാനില്ല. വിലച്ചടക്കം വാസോട്ടായിരിക്കും. ഞാൻ കണ്ടോണ്ടിരുന്നോളാം. നിനക്കറിയോ 15ാമത്തെ വയസ്സിൽ പെണ്ണിനെ അറിഞ്ഞു വേടായി. 15ാമത്തെ വയസ്സിൽ എടാ അന്ന് തൊട്ട് ഇന്ന് വരെ അക്കാര്യത്തിൽ ഓരോ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ ഗീത ഇപ്പോ വർക്ക്ഷോപ്പിലാ. പക്ഷെ അവിടെയും ഭാഗ്യം എന്നെ കൈവിട്ടില്ല എന്ന് കണ്ടോ. തേടി പിടിച്ച് വന്ന് എത്തിയില്ലേ ഉഷ. വളച്ചെടുത്ത് വരാൻ ഇത്തിരി വൈകുന്നേ ഉള്ളൂ. അത് അനിയത്തിയല്ലേ വസത? ആ പിന്നെ 5 സഹോദരന്മാര് ചേർന്നൊരു പെണ്ണിനെ വെച്ച് പുലർത്തിയ കഥയാണ് നമ്മുടെ പുണ്യപുരാണം പഠിപ്പിക്കുന്നത്. അതിന് വലുതാണ് കുടുംബം കടന്നു. എന്താണ് കളഞ്ഞാൽ പോകാൻ പറയണ. ഞാനൊരിക്കലും കരുതിയിരുന്നില്ല ചേച്ചി. എന്റെ കൈകൊണ്ട് തന്നെ രവിയേട്ടനെ. എനിക്കതാ സങ്കടം. ഞാൻ കൂടി കയറിയിരുന്നെങ്കിൽ എല്ലാം അതോടെ കഴിയുമായിരുന്നു. കരയാൻ വേണ്ടി മാത്രം എന്നെ ബാക്കിയാക്കി. എന്താ ഉഷേ നീ പറയണേ? അനുഭവിക്കേണ്ടത് അനുഭവിക്കാണ്ട് പറ്റുമോ? നീ സമാധാനിക്ക്. കരയാതെ കരയാണ്ട് കഴിയുന്നത് മറക്കാൻ നോക്ക്. ദേ നീ ഒന്ന് ചിരിച്ചേ, ഒന്ന് ചിരിച്ചേ. ദേ ചേച്ചി ഒന്ന് കാണട്ടെ.
ഈരന്റെ ആ, ചേച്ചി ഡോക്ടറെ കാണാൻ പോയി. എപ്പോ? കുറച്ചു നേരമായി. ഉടനെ വരുമെന്നാ പറഞ്ഞ്. കാപ്പി എടുക്കട്ടെ? ആ വല്ലാത്ത പുറമേതിന് നാട് നിവർക്കാൻ വയ്യ. ഉഷ ഒരു ഉപകാരം ചെയ്യും, ഈ യൂക്കാലിപ്റ്റസ് പുറത്തോട്ട് തന്നിരുവി. ഇവിടെ ഇവിടെ ഇങ്ങനെ ഇങ്ങോട്ട് ഇടത്തോട്ട് കുറച്ച് ഒന്ന് നന്നായിട്ട് അയ്യോ ഇതൊരു വേദനയാണ്. ഇങ്ങോട്ട് എടുത്തോട്ട് എടുത്തോട്ട് കുറച്ച് കുറച്ച് മതിയോ? ആ മതി. ചേട്ടന് കുളിക്കണ്ടേ? ആ കുളിക്കാം. കൊണ്ടെഴുതിയേ ആളിലെ താലി ചാർത്തി കാത്തിരുന്നു. കുടമയിൽ ചൂടാനൊരു കുടമുല്ല. മുഷിഞ്ഞ തുണി തന്നെ തിരുമ്മിടായിരുന്നു. അത് കീറി തിരുമ്മിട്ടോളൂ. അത് സാരമില്ല, ഞാൻ തിരുമ്മിടാം. ഞാനേ ഓർമ്മിക്കാതെ വല്ലതൊക്കെ പോക്കറ്റിലിടും. അതൊരു പതിവാ. ഇല്ല ഒന്നുമില്ല. ഉഷയ്ക്ക് എങ്ങനെയാ കൂനൂർക്ക് തന്നെ തിരിച്ചു പോണോന്നാ? ഇവിടെ എവിടെയെങ്കിലും ഒരു ജോലി ശരിയാക്കിയാല്?